ഇയറിലിപ്പോൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്ന് നമ്മൾ അല്ലെങ്കിൽ കൊല്ലം നമ്മൾ 1000, 2 കൊല്ലം കഴിഞ്ഞ് 2000 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കില്ലേ, അത് ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിനാണ് ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു നമ്പേഴ്സിനെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു കുറച്ച് നമ്പേഴ്സിനെ കറക്റ്റായിട്ട് ഒരു അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പാറ്റേണോ അല്ലെങ്കിൽ ഒരു റൂളോ ഫോളോ ചെയ്ത് അതിൻ്റെ ടേംസ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്തത് സീക്വൻസ് ഹാവ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഇൻ സെവറൽ സ്ഫിയേഴ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാത്തമാറ്റിക്സിൽ മാത്രമല്ല നമ്മുടെ റിയൽ ലൈഫിലും ഇത് സീക്വൻസ് വരുന്നുണ്ട്. സീക്വൻസസ് ഫോളോയിങ് സ്പെസിഫിക് പാറ്റേൺസ് ആർ കോൾഡ് പ്രോഗ്രഷൻസ്. In a previous class, we have studied about arithmetic progression. In this chapter, beside discussing more about AP, arithmetic mean, geometric mean, relationship between AM and GM, special series in forms of sum to n terms of consecutive natural numbers, sum to n terms of squares of natural numbers, and sum to n terms of cubes of natural numbers will also be studied. നമ്മൾ arithmetic progression ഒക്കെ പറ്റി നമ്മൾ 10th ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, അത് തമ്മിലുള്ള റിലേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കുന്നത്. അടുത്തത് സീക്വൻസസ്. ലെറ്റ് us consider the following examples. Assume that there is a generation gap of 30 years. We are asked to find the number of ancestors, that is parents, grandparents, great-grandparents, etc. that a person might have over 300 years. അതായത് നമ്മൾ അസ്യൂം ചെയ്യുക, ഒരു 30 ഇയേഴ്സിൻ്റെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ആൻസിസ്റ്റേഴ്സ്, അതായത് 300 വർഷം. ദാറ്റ് എ പേഴ്സൺ മൈറ്റ് ഹാവ് ഓവർ 300 ഇയേഴ്സ്. അതായത് ഒരു 300 ഇയേഴ്സിൽ നമ്മളൊരു മനുഷ്യനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ കൗണ്ട്, തന്നിരിക്കുന്ന ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് 30 ഇയേഴ്സാണ്. ആ 30 ഇയേഴ്സിൽ ആ 30 ഇയേഴ്സാണ് തന്നിരിക്കുന്ന ജനറേഷൻ ഗ്യാപ്പ്. സോ ഒരു പേഴ്സണിനെ കൺസിഡർ ചെയ്യുക, അയാളുടെ ആൻസിസ്റ്റേഴ്സ് 300 ഇയേഴ്സ് മുന്നുള്ള ആൻസിസ്റ്റേഴ്സ് തൊട്ടുള്ള ഒരു നമ്പർ ഓഫ് ജനറേഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് സാധാരണ ചെയ്യുന്ന പോലെ ലോജിക്ക് വെച്ചിട്ട് 300/30 = 10. സോ ആ 10 ആൻസിസ്റ്റേഴ്സ് ആണ് എന്ത് വരുന്നത്? 10 ജനറേഷൻസ് ആണ് വരുന്നത്. The number of persons ancestors for the first, second, third, 10th generation are 2, 4, 8, 16, 32, 1024. These numbers form we called a sequence. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നോക്കിക്കേ, 2, 4, 8, 16, 32 ഇതെല്ലാം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. ഇപ്പോൾ അങ്ങനെ അതായത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ അയാളുടെ പാരൻസ്, അയാളുടെ ഗ്രാൻഡ് പാരൻസ്, ആ പാരൻസിൻ്റെ ഗ്രാൻഡ് പാരൻസ്, അങ്ങനെ പോകുമ്പോൾ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 10 ജനറേഷൻ, അതായത് 1024 വരെ കിട്ടി. ഇത് ഒരു പർട്ടിക്കുലർ റൂൾ ഓർ പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഈ സീക്വൻസ് ഫോം ചെയ്തേക്കുന്നത്. അതിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. കൺസിഡർ ദി സക്സസീവ് ഇക്വേഷൻസ് ദാറ്റ് വി ഒബ്റ്റെയിൻ in the division of 10/3 at different steps of division. In this process we get 3, 3.3, 3.333 അങ്ങനെ പോകുന്നു. These quotients also form a sequence. അതായത് ഇപ്പോൾ നമ്മൾ 10 /3 ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഡെസിമൽ ആൻസറേ കിട്ടുള്ളൂ, ഡെസിമൽ നമ്പറേ കിട്ടുള്ളൂ. അതിങ്ങനെ നീണ്ടു പോവാണ്, നമ്മൾ നോക്കി അറിയാൻ പറ്റുന്നത് നീണ്ടു പോവുമല്ലേ. അപ്പോൾ നമുക്കതിനൊരു എൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇതും ഒരു സീക്വൻസാണെന്ന് പറയുക. നമുക്ക് ഒരു അതിപ്പോൾ വരും. ഫൈനൈറ്റ് സീക്വൻസ് മാത്രമല്ല, ഒരു